വിവിധ മുന്നണികൾ തമ്മിൽ വളരെ വാശിയേറിയ പ്രചാരണം നടക്കുന്ന ചേലക്കരയിലും വയനാട്ടിലും വോട്ടെടുപ്പ് തുടങ്ങി 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. പോളിംഗ് ബൂത്തുകളിലെല്ലാം വോട്ടേഴ്സിൻ്റെ നീണ്ട ക്യൂ ഇപ്പോൾ കാണാൻ കഴിയും. ഇന്ന് വൈകുന്നേരം 6 മണിവരെയാണ് സമ്മതിദാനം രേഖപ്പെടുത്താനുള്ള സമയം. ചേലക്കര മണ്ഡലത്തിൽ ആറും വയനാട്ടിൽ 16 സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത്. ശരിക്കും അപരന്മാരൊക്കെ ഉണ്ട്. അപരന്മാരുടെ സാന്നിധ്യവും ഈ തെരഞ്ഞെടുപ്പിൽ പതുപോലെ ഉണ്ട്. ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരും. അതുപോലെ ചേലക്കരയിൽ നിന്ന് എസ് വിജയകുമാറും ദീപക് തർമ്മടവും, വയനാട്ടിൽ നിന്ന് മാനന്തവാടിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തും ചേരുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ സജു ദേവസ്യമുണ്ട്. നിലമ്പൂരിൽ സമീർ ബിൻ കരീം, ഏറനാട്ട് സമീർ സി മുഹമ്മദ്, വണ്ടൂരിൽ മിഥില ബാലൻ, തിരുവമ്പാടിയിൽ ഷഹദ് റഹ്മാൻ, പാഞ്ഞാളിൽ വിപിൻ സി വിജയൻ, ദേശമംഗലത്ത് അശ്വിൻ പാലാഴി, മുള്ളൂർക്കരയിൽ ശ്യാംകുമാർ, തിരുവില്ലാമലയിൽ എസ് ശ്രീകാന്ത്, അതുപോലെ വരവൂരിലെ ശ്രീജിത്ത് ശ്രീകുമാരൻ, പഴയന്നൂർ തനേഷ് തമ്പി, വള്ളത്തോൾ നഗർ ചെറുതുരുത്തി വള്ളത്തോൾ നഗറിൽ ടോബി ജോൺസൺ, അതുപോലെ കൊണ്ടാഴിയിൽ നിതിൻ അംബുജൻ. ഈ നമ്മുടെ പട്ടാളം മുഴുവൻ ഈ നമ്മുടെ ഈ വോട്ടെടുപ്പ് ദിവസം എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലെത്തിക്കാൻ സജ്ജമായി കഴിഞ്ഞു. അതിവിപുലമായ സാങ്കേതിക സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്കൊപ്പം തുടരുക. ഈ വോട്ടെടുപ്പിൻ്റെ ചൂടും ചൂരും അതേ ആവേശത്തിൽ പ്രേക്ഷകരിലെത്തിക്കാൻ എല്ലാവിധ മുന്നൊരുക്കങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. ഹാഷ്മി, 7 മണിക്ക് തന്നെ അവിടെ വോട്ടെടുപ്പ് ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നീണ്ട ക്യൂ ഇപ്പോൾ കാണുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ഹാഷ്മി അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുന്നത്? ഉറപ്പായും അത്രത്തോളം വീറും വാശിയും നിറഞ്ഞ ഒരു പ്രചരണകാലത്തിലാണ് വയനാട് സാക്ഷ്യം വഹിച്ചത്. സാധാരണഗതിയിൽ വയനാട്ടിൽ ഒരു തണുത്ത പ്രതികരണമാണെങ്കിൽ ഇക്കുറി അങ്ങനെ ആയിരുന്നില്ല. ഒരു 4-5 ആഴ്ച കൊണ്ടുപിടിച്ച ആവേശ പ്രചരണങ്ങൾ, വാക്പോരുകൾ, ഓരോരോ വിഷയങ്ങൾ മാറി മാറി വരും നമ്മൾക്കുണ്ട്. അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം 24 പുറത്തുവിട്ട കൊടകര കുഴൽപ്പണ കേസിലെ ആ വെളിപ്പെടുത്തലാണെങ്കിൽ ഇന്നു മുതൽ വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ ടോബി പുറത്തുവിടുന്ന ഇ പി ജയരാജ് ആത്മാവ് തന്നെയാണ്. അതിലിപ്പോൾ ഗൂഢാലോചനയുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഗൂഢാലോചന നമുക്കറിയാം, അത് വാർത്തയാണ്. നമുക്കറിയാം. ഞാൻ നിൽക്കുന്ന SKSGM സ്കൂളിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. ഇപ്പോൾ LJD നേതാവ് എം വി ശ്രേയാംസ്കുമാർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. എം വി ശ്രേയാംസ്കുമാർ സർ, ഓണി സർ, ഒന്നുമില്ല, വോട്ട് കഴിഞ്ഞ് പ്രതികരിക്കും. അതെ, വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വോട്ട് കഴിഞ്ഞ് പ്രതികരണമുണ്ട്, അതോ തരാം. ഓക്കെ. അപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് എം വി ശ്രേയാംസ്കുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എം വി ശ്രേയാംസ്കുമാർ അടക്കം പ്രമുഖർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ഒരു ബൂത്ത് കൂടിയാണ് SKMJ സ്കൂള്. BJP സ്ഥാനം നവ്യ ഹരിദാസും ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് വോട്ട് രേഖപ്പെടുത്താൻ ഈ സ്കൂളിലേക്ക് എത്തും. SKN നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഇത് വയനാട് സാധാരണഗതിയിൽ ഉള്ള തെരഞ്ഞെടുപ്പ് പോലെ ആയിരുന്നില്ല ഇക്കുറി തെരഞ്ഞെടുപ്പ്. 3 മുന്നണികൾക്കും ഇത് നിർണായകമാണ്. UDF നാണെങ്കിൽ അവർക്ക് പോളിംഗ് ശതമാനം കുത്തനെ ഉയർത്തണം എന്നുള്ള ഒരു നിർബന്ധ സാഹചര്യം അവർക്കുണ്ട്. അതിന് പോളിംഗ് ശതമാനം ഉയർന്നേ മതിയാവുകയുള്ളൂ. LDF നാണെങ്കിൽ അവരുടെ വോട്ട് സത്യൻമോഹയിൽ മത്സരിക്കുമ്പോൾ അവരുടെ വോട്ടുകൾ സെക്യൂർ ചെയ്യണം. അവരുടെ പരമാവധി വോട്ടുകൾ രേഖപ്പെടുത്തപ്പെടണം. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ നേടിയ 1 ലക്ഷത്തി ചില്ലുവാന വോട്ടുകൾക്ക് അത്രയും വോട്ടുകൾ ഉറപ്പിക്കാൻ ഇന്ത്യയെ ബാധ്യസ്ഥമാണ്. ഇതിനൊക്കെ പ്രധാനം വോട്ടിംഗ് ശതമാനം കൂടുക എന്നുള്ളത് തന്നെയാണ്. ആ പോളിംഗ് ശതമാനം ഉയർന്നേ മതിയാവുകയുള്ളൂ. പോളിംഗ് ശതമാനം ഉയർത്താനുള്ള തീവ്രമായ ശ്രമങ്ങൾ ഈ മുന്നണികൾ ഒക്കെ നടത്തിയതാണ്. അപ്പോൾ അതിനുള്ള ഫലമുണ്ടാകും പോളിംഗ് ബൂത്തുകളിൽ എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. ആദ്യ മണിക്കൂറുകളിൽ അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി തന്നെയാണ് വയനാട്ടിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലെ വോട്ടർമാരുടെ നീണ്ട നിര. വലിയ പോളിംഗ് ശതമാനത്തിലെ കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്പം ഒരു പോളിംഗ് ശതമാനത്തിന്റെ കുറവുണ്ടായിരുന്നു. അത് 73ലേക്ക് താന്നിരുന്നു. അതിന് മുൻപ് 80% പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരുന്നു 2019. എന്തായാലും 80% പോളിംഗ് ശതമാനത്തിലേക്ക് എത്തണം. വയനാട് ഈ പറഞ്ഞ UDF-ന്റെയും LDF-ന്റെയും NDA-യുടെയും പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കണമെങ്കിൽ, അവരുടെ പോളിംഗ് ശതമാനത്തെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കണമെങ്കിൽ പോളിംഗ് ശതമാനം 80% ഉയരണം. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നമ്മൾ പോയ പ്രചരണ കാലയളവിലൊക്കെ കണ്ടതാണ്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇവിടെ കണ്ടു. ആ വിഷയങ്ങളിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ കണ്ടു. ആ രാഷ്ട്രീയ ചർച്ചകളൊക്കെ വോട്ടായി മാറുമെന്ന് തന്നെയാണ് വയനാട്ടിലെ വിവിധ മുന്നണികളുടെ പ്രതീക്ഷ. UDF-ന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം എന്നൊക്കെയാണ് ഏറ്റവും ഒടുവിൽ UDF-ന്റെ അവകാശവാദം. സത്യൻമോഹേരി മത്സരിക്കുമ്പോൾ LDF-ന് ഏറ്റവും കൂടുതൽ വോട്ടോടെ കിട്ടിയ സത്യൻമോഹേരി 2014 മത്സരിക്കുന്ന സമയത്താണ്. ആ വോട്ടുകളും അതിനപ്പുറത്തേക്ക് ആ വോട്ട് ശതമാനം അല്ലെങ്കിൽ ഉയർത്തണം എന്നുള്ളതാണ് LDF-ന്റെ ആഗ്രഹം, LDF-ന്റെ പ്രതീക്ഷ. അതിനുള്ള പ്രവർത്തനങ്ങൾ BJP-യുടെയും NDA-യുടെയും പ്രതീക്ഷകൾ അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ കണ്ടതാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു നിമിഷം